വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ചട്നി ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക. അരമുറി ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന വെളുത്ത തേങ്ങാ ചട്നി ഇല്ലേ, അതിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചട്നിയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് സാധാരണ നമ്മൾ ചട്നിക്കായി അരച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇട്ടിട്ട് പൊട്ടി വരുന്ന സമയത്തേക്ക് അതിൽ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉള്ള ആ ഒരു നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ചട്നി ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു റെസിപ്പി അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പച്ചമുളകിന് പകരം നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.